കപ്പാട് കോഴിയാനി റോഡിൽ വൈദ്യുതി ലൈനിൽ റബ്ബർ മരം ഒടിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വഴി ബ്ലോക്കാവും, കമ്പി പൊട്ടാം, എല്ലാ സാധ്യതയുമുണ്ട്. ഈ മേഖലയിൽ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. വൈദ്യുതി ബന്ധം എല്ലായിടത്തും തന്നെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. വീടുകൾക്ക് മുകളിലൊക്കെ മരങ്ങൾ വീണ് കിടപ്പുണ്ടെന്നാണ് അറിയുന്നത്. ഇതൊരു തേക്ക് വട്ട ഒടിഞ്ഞ് റബ്ബർ പുരയെടുത്ത് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ വണ്ണമുള്ള 60 ഇഞ്ച് വണ്ണമുള്ളൊരു തേക്കാണ്. അത് വട്ട ഒടിഞ്ഞ് ഇതായി പുരയിടത്തിൽ കിടക്കുന്നു. തേക്ക്, പ്ലാവ് എന്നിവയുടെ മണ്ട ഒടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണിരിക്കുകയാണ്. ഈ വീടിൻ്റെ മുകളിൽ തേക്ക, പ്ലാവ് എന്നിവ ഒടിഞ്ഞ് വീണ് കിടക്കുന്ന ഭാഗമാണ് കാണുന്നത്. ഇത് തേക്കുകൾ ഒടിഞ്ഞ് വീണ റബ്ബർ, തേക്ക് എല്ലാം കാറ്റത്ത് ഒടിഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നിരവധി നാശനഷ്ടമാണ് കാഞ്ഞിരപ്പള്ളി, കപ്പാട്, കാളകെട്ടി, മാഞ്ഞിക്കുളം മേഖലയിൽ ഈ കൊടുങ്കാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒത്തിരി ഫലവൃക്ഷത്തൈകൾ, റബ്ബറുകൾ, തേക്കുകൾ, തെങ്ങുകൾ എല്ലാം കടപുഴകി വീണിരിക്കുകയാണ്. ഒത്തിരി വീടുകളുടെ മുകളിലും കിടപ്പുണ്ട്. വൈദ്യുതി ലൈനുകളെല്ലാം പറഞ്ഞു കിടക്കുകയാണ്. മാവിൻ്റെ ഏരം ഒടിഞ്ഞു വീണ് വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കുന്ന കാഴ്ചയാണ്. ഇത് വെട്ടുമാറ്റി